Welcome to class 12 physics. Electrostatics 14th lecture. Electric field and charge 14th lecture. Today's topic is capacitance and combination of capacities. Capacitance or capacity and combination of capacities for plus 2 students, HSC, ISC and CBSE students. Capacitance and combination of capacitors. So at first we see the definition of capacity. Capacity or capacitance. The ability of a conductor to store charge, electric charge, is called its capacitance. The charge Q supplied to a conductor raises its potential V. That is Q proportional to V. That is Q is equal to CV, where C is a constant called capacity or capacitance of the conductor. That is C is equal to Q by V. ഇപ്പോൾ കപ്പാസിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം കഴിവാണ്. ഇവിടെ ഒരു കണ്ടക്ടറിൻ്റെ കഴിവാണ്, കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റിയാണ് പറയുന്നത്. കപ്പാസിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കപ്പാസിറ്റൻസ്. അതൊരു കണ്ടക്ടറിന് ഈ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവാണ്. ഇലക്ട്രിക് ചാർജ് സംഭരിച്ചു വെക്കാനുള്ള കഴിവിനെയാണ് ഒരു കപ്പാസിറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിന് നമ്മൾ ക്യൂ ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ വി ആകും എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും ക്യൂ പ്രപ്പോർഷണൽ ടു വി. പ്രപ്പോർഷണാലിറ്റി സൈൻ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇട്ട് മാറ്റാം. ഇവിടെ കോൺസ്റ്റൻറ്റ് സി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യൂ ഈസ് ഈക്വൽ സി എന്ന് എഴുതും. സിയെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. അതിൽ നമ്മൾ സി കാണുമ്പോൾ ക്യൂ ബൈ വി എന്ന് കിട്ടും, റേഷ്യോ ഓഫ് ചാർജ് ടു ദി പൊട്ടൻഷ്യൽ. The meaning is the capacity of a conductor is its ability to store charge. If Q is the charge given to a conductor so that its rise potential is V, then we write a Q proportional to V. Q is equal to CV or C is Q by V. Here C is called capacitance. And how will you define capacitance? That we see in the next line. Definition of capacitance. Therefore, capacity of a conductor is defined as the ratio of charge to the potential to which conductor is raised. Unit of capacity is farad. അപ്പോൾ കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി അത് ചാർജിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെ റേഷ്യോ ആണ്. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നാണ് ഇക്വേഷൻ. യൂണിറ്റ് ഫാരഡ് ആണ്. ഫാരഡ് എഫ് എന്ന് എഴുതും. എഫ് എന്ന് പറഞ്ഞാൽ കൂളം ബൈ വോൾട്ടാണ്. കാരണം അത് ക്യൂ ബൈ വി ആയതുകൊണ്ട് നമ്മൾ പറയും യൂണിറ്റ് ഫാരഡ് ഈസ് ഈക്വൽ കൂളം ബൈ വോൾട്ട്. ഫാരഡ് ഈസ് കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻ വിച്ച് എ ചാർജ് 1 കൂളം റൈസസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. സി ക്യൂ ബൈ വി ആണല്ലോ. ഇപ്പോൾ ക്യൂ 1 ആണെങ്കിൽ വി 1 വോൾട്ട് ആണെങ്കിൽ അപ്പോഴുള്ള കപ്പാസിറ്റൻസ് ആണ് 1 ഫാരഡ്. അതാണ് ഡെഫിനിഷൻ. Farad is the capacitance of a conductor in which a charge of 1 coulomb raises its potential by 1 volt. ഈ ഫാരഡ് ഒരു വലിയൊരു യൂണിറ്റ് ആണ്. സിൻസ് ഇറ്റ് ഇസ് എ വെരി ലാർജ് യൂണിറ്റ്, മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ് ആൻഡ് പൈക്കോ ഫാരഡ് യൂണിറ്റ്സ് ആർ കോമൺലി യൂസ്ഡ്. ഈ ഫാരഡ് അല്പം കൂടിയ യൂണിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു സബ് യൂണിറ്റുകൾ, ചെറിയ യൂണിറ്റുകൾ, മില്ലി ഫാരഡ് 10⁻³ ഫാരഡ് എന്ന് പറയും. മൈക്രോ ഫാരഡ് 10⁻⁻6 ഫാരഡ് എന്ന് പറയും. അതേപോലെ പൈക്കോ ഫാരഡ് 10⁻12 ഫാരഡ്. അങ്ങനെയുള്ള ചെറിയ യൂണിറ്റുകളും ഉപയോഗിക്കാറുണ്ട്. ഫാരഡ് ഈസ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻ വിച്ച് എ ചാർജ് 1 കൂളം റൈസസ് ഇസ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. സിൻസ് ഫാരഡ് ഈസ് എ വെരി ലാർജ് യൂണിറ്റ്, മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ് ആൻഡ് പൈക്കോ ഫാരഡ് ആർ കോമൺലി യൂസ്ഡ്. Millifarad is 10⁻³ farad, microfarad is 10⁻⁻6 farad, and picofarad is 10⁻⁻12 farad. You study. Now, combination of capacitors. Like resistances, capacitors also can be combined to get an effective capacity. റെസിസ്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കൂടിയ വാല്യൂ അല്ലെങ്കിൽ കുറഞ്ഞ വാല്യൂ നിർമ്മിക്കുന്നത് പോലെ കപ്പാസിറ്റികളും കമ്പൈൻ ചെയ്യാറുണ്ട്. കപ്പാസിറ്റികൾ നമുക്ക് സീരീസിലും കമ്പൈൻ ചെയ്യാം, പാരലിലും കമ്പൈൻ ചെയ്യാം. സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട്. പാരലാകുമ്പോൾ ഈ പോസിറ്റീവ് ടെർമിനൽസിലെ ഒരു പോയിന്റിലും നെഗറ്റീവ് എല്ലാം മറ്റൊരു പോയിന്റിലും കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്.
അപ്പോൾ ഈ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് രണ്ട് പ്ലേറ്റാണ് സാധാരണ ഉള്ളത്. ഇടയ്ക്കൊരു ഡൈലക്ട്രിക് മീഡിയം പഠിക്കാൻ പോവുകയാണ്. ആ പ്ലേറ്റ്, ഒരു പ്ലേറ്റ് പോസിറ്റീവ് ആയിരിക്കും, മറ്റേ പ്ലേറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റികൾ, അപ്പോൾ ആ വാക്കുകളൊന്ന് പഠിച്ചോളാം. കപ്പാസിറ്റി, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയാണ്. കപ്പാസിറ്റർ അല്ലെങ്കിൽ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഉള്ള ഡിവൈസാണ്. 4 വാക്കുകൾ നമ്മൾ മാറി മാറി ഉപയോഗിക്കും. കപ്പാസിറ്റി, കപ്പാസിറ്റൻസ്, അതിനാണ് പ്രോപ്പർട്ടി. കപ്പാസിറ്റർ അല്ലെങ്കിൽ കണ്ടൻസർ, ആ പ്രോപ്പർട്ടിയുള്ള ഡിവൈസ്. അപ്പോൾ ഈ 4 വാക്കുകൾ മാറി മാറി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അതിന് കപ്പാസിറ്റൻസ് ഉണ്ട്. അങ്ങനെയുള്ള രീതിയാണ് 4 വാക്കുകൾ മാറി മാറി ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാറുണ്ട്. കപ്പാസിറ്റീസ് ഇൻ സീരീസ്, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. ലെറ്റ് കണ്ടൻസേഴ്സ്, capacities of capacities C1, C2, C3 be connected in series to a source of potential difference V. Let plus or minus Q be the charge acquired by the plates. Let V1, V2 and V3 be the potential differences across the plates of the condensers. Then പറഞ്ഞതിൻ്റെ മീനിങ് ഇതാണ്. ഇപ്പോൾ കപ്പാസിറ്റീസ് നമ്മൾ എളുപ്പത്തിൽ 3 കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 3 കപ്പാസിറ്റികൾ സീരീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കപ്പാസിറ്റിയാണ് ആ 2 വര കൊണ്ട് നമ്മൾ കാണിക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ട് ഇടണം വരകൾ, വളരെ അകലത്തിൽ ഇടാൻ പാടില്ല. ഇപ്പോൾ C1, C2, C3 3 കണ്ടൻസേഴ്സാണ്. അവിടെ കപ്പാസിറ്റികളും C1, C2, C3 തന്നെ. അപ്പോൾ നമ്മളൊരു ബാറ്ററി വെച്ചിട്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൽ പ്ലസ് ക്യൂ വരും. ഇപ്പോൾ രണ്ടാമത്തേൽ മൈനസ് ക്യൂ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തേൽ മൈനസ് ക്യൂ ഇൻഡ്യൂസ് ചെയ്താൽ സെക്കൻഡ് കപ്പാസിറ്ററിൽ ആദ്യ പ്ലേറ്റ് പ്ലസ് ക്യൂ ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡക്ഷൻ മൂലം എല്ലാ കപ്പാസിറ്റികളിലും ഒരേ ചാർജ് ആയിരിക്കും. ഇൻഡക്ഷൻ മൂലം ഓരോ കപ്പാസിറ്റിയിലും സംഭരിക്കുന്ന ചാർജ് സെയിം ആയിരിക്കും, ക്യൂ ആയിരിക്കും. സോ ഇൻ ദ ഫിഗർ 3 capacitors are connected in series. The negative plate of the first one is connected to positive plate of second one, and so on. Any number of condensers can be connected in this manner. Then charge on each capacitor will be same. You remember the important point. In series combination, charge on each capacitor is a constant which we write as Q. In series connection of capacitors, charge on each capacitor is Q. We write here as small q. So potential, since these capacitors are in series, the potentials can be added. The total potential is obtained by adding the individual potentials. That is V is equal to V1 plus V2 plus V3. That is the basic equation. The first equation we have to remember here is V is equal to V1 plus V2 plus V3. The same relation we study in the case of series resistors. Series resistors and series capacitors, this relation is common. What is V1? V1 is Q by C1, V2 is Q by C2, V3 is Q by C3, and V is Q by C, where C is the effective capacity. Put all these values in the above equation. That is Q by C is equal to Q by C1 plus Q by C2 plus Q by C3, and Q cancels throughout. 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. If there are n capacitors, we can continue this relation as 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc. plus 1 by Cn. Thus, the reciprocal of the effective capacitance of a number of condensers connected in a series is the sum of the reciprocals of the individual capacitances. അപ്പോൾ സീരീസിൽ എഫക്റ്റീവ് കപ്പാസിറ്റി കാണാനായിട്ട് നമ്മൾ റെസിപ്രോക്കലായിട്ട് എടുത്ത് വേണം ആഡ് ചെയ്യാനായിട്ട്. റെസിസ്റ്റൻസിൽ അങ്ങനെയല്ല, റെസിസ്റ്റൻസിൽ നേരിട്ട് കൂട്ടുക സീരീസിൽ. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷനുമായിട്ട് അത് കമ്പയർ ചെയ്ത് പഠിച്ചോളാം. അപ്പോൾ കുറച്ച് എളുപ്പമാകും. അപ്പോൾ സീരീസിൽ കപ്പാസിറ്റേഴ്സ് പിടിപ്പിച്ച എഫക്റ്റീവ് കപ്പാസിറ്റി കാണുന്നത് റെസിപ്രോക്കൽ ഫോർമുലയാണ്. റെസിപ്രോക്കൽ കപ്പാസിറ്റൻസ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. Now you see the parallel combination capacitors. Parallel combination, you see the positive place C1, C2 and C3 are the 3 capacitors. Positive plates of all the capacitors are connected to point A,
ആ നെഗറ്റീവ് പ്ലേസ് ആർ കണക്റ്റഡ് ടു പോയിന്റ് ബി ആൻഡ് ബി ആർ കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് V വോൾട്ട്. C1, C2 and C3 are the capacities. In this case, since they are connected in parallel, the potential V is a constant. That is the important point. In this case, potential V is a constant. In series connection, charge Q is a constant. Here, potential V is a constant. Rewrite net condensates of capacitances C1, C2, C3 be connected in parallel in a source of potential difference V. മൂന്ന് കപ്പാസിറ്റികൾ പിടിപ്പിച്ചതായിട്ട് കരുതുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഉള്ളൊരു ബാറ്ററിയിൽ, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF V ഉള്ള ബാറ്ററിയിൽ. ലെറ്റ് Q1, Q2, Q3 be the charge acquired by the condensates. Then Q1 is equal to C1V. Q is CV എന്നുള്ള ഇക്വേഷൻ. Q1 is equal to C1V. Q2 is equal to C2V and Q3 is C3V. And also total charge Q is equal to Q1 plus Q2 plus Q3. If C is the effective capacitance, then Q is equal to CV. Put all these values in the above equation. That is CV equal to C1V plus C2V plus C3V. അതായത് Q1, Q2, Q3, Q എന്നുള്ള വിലകൾ ആ Q is equal to Q1 plus Q2 plus Q3 എന്ന ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഈ V ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്യും. Cancel V throughout in that equation. So we get the C is equal to C1 plus C2 plus C3. റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന റെസിപ്രോക്കൽ റിലേഷൻ ആയിരിക്കും. 1/R is 1/R plus 1/R2 plus 1/R3 എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നേരിട്ട് ആഡ് ചെയ്താൽ മതി. That's the in parallel combination. Thus the effective capacitance of a number of capacitors is equal to the sum of their individual capacities. അപ്പോൾ ഈ ഓരോ കപ്പാസിറ്റികളും നേരിട്ട് കൂട്ടിയെടുത്താൽ നമുക്ക് സീരീസിൽ പാരലിൽ ഇഫക്റ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദിസ് ക്വസ്റ്റ്യൻ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ effective capacity when three capacitors are connected, one in parallel, two in series. പ്രധാന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇത് റെസിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് റിലേഷൻ, അതായത് Q ഈസ് ഒന്നാമത്തിൽ Q കോൺസ്റ്റൻ്റ് ആണ്, രണ്ടാമത്തിൽ V കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ കേസിൽ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. രണ്ടാമത്തതിൽ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. അത് ആ ഫസ്റ്റ് റിലേഷൻ റെസിസ്റ്ററിനും ഇവിടെ സെയിം ആണ്. സെക്കൻഡ് റിലേഷൻ നമ്മൾ പിന്നെ റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ I ആണ് എഴുതുന്നത്. I is I1 പ്ലസ് I2 പ്ലസ് I3 ആണ്. ഇവിടെ Q is Q1 പ്ലസ് Q2 പ്ലസ് Q3 ആണ്. പിന്നെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ കപ്പാസിറ്റി ഗീവ് ഇറ്റ്സ് യൂണിറ്റ്. ഇപ്പോൾ കപ്പാസിറ്റിയുടെ ഡെഫിനേഷൻ പറയണം, യൂണിറ്റ് എഴുതണം. യൂണിറ്റ് ഫാരഡ്, പിന്നെ ചെറിയ യൂണിറ്റ് സബ് യൂണിറ്റ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. അത്രയാണ് ഈ ലെക്ചറിനകത്തുള്ളത്. ദീസ് ആർ ദി ടോപ്പിക്സ് ഇൻ ദിസ് IS14 lecture. We see another topic in the next class. Thank you very much.